അറുതിയിടം സമ അന്യയെന്നിവണ്ണം ഗുരുദേവൻ തന്നെ പറയുന്നു, ഇരുപിരിവായി, ഇങ്ങനെ രണ്ട് പിരിവായി തിരിക്കാം. പക്ഷേ അന്യ സാമ്യമാർന്നുള്ളൊരുവിൽ അമർന്നു തെളിഞ്ഞ് ഉണർന്നിടേണം. ഇങ്ങനെ രണ്ട് ശക്തികളുണ്ട്. പക്ഷെ അറിവുള്ള മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അന്യയിൽപ്പെട്ടിങ്ങനെ ഒഴുകാനിടവരാത്ത പക്ഷെ ഈ അന്യയെ പിന്തുടർന്നു പോയാൽ ഒരിടത്തും എത്തൂല. എവിടെ എത്താൻ? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളാണ്. അവയെല്ലാം അത് വേറെ അത് വേറെ അത് വേറെ. ഇങ്ങനെ ചിന്തിച്ചു പോയാൽ എവിടെ എത്തും? ബുദ്ധിയുള്ള മനുഷ്യൻ അന്യ കാട്ടിത്തരുന്നതെല്ലാം വെറും നാമരൂപഭ്രമങ്ങളാണെന്ന് ഓർമ്മിച്ച് എവിടെയും ഏത് പരിതസ്ഥിതിയിലും എന്ത് കർമ്മം ചെയ്യുമ്പോഴും സമയെ ആശ്രയിച്ച് അന്യ സാമ്യമാർന്നുള്ളൊരുവിലമർന്ന്, സാമ്യം അതായത് സമവസ്തുവിനെ കാട്ടിത്തരുന്ന ആ ശക്തിയിൽ അമർന്ന് സാമ്യമേലും സാമ്യമാർന്നുള്ളൊരുവിലമർന്ന് ആ വസ്തു, ഉരു എന്ന് പറഞ്ഞാൽ വസ്തു, ആ വസ്തുവിൽ അലർന്ന് ഉരുവിലമർന്ന് തെളിഞ്ഞ് ഉണർന്നിടണം. അതാണ് ജീവിത ലക്ഷ്യം. അന്യയെ പിന്തുടരുന്നതല്ല ജീവിത ലക്ഷ്യം. ഈ രണ്ട് ശക്തികളും വസ്തുവിൽ പ്രകടമാകുന്നു. ബുദ്ധിയുള്ളയാൾ അന്യയെ സാമ്യമാർന്നുള്ളൊരുവിൽ അമർന്ന്, ഇത് മനസ്സിലാക്കാൻ എളുപ്പം. 1000 ആഭരണങ്ങളിരിക്കുന്ന ഇടത്ത് ആ സ്വർണമെന്ന ഉരുവിൽ സാമ്യമാർന്നുള്ളൊരു അനേകായിരം ആഭരണങ്ങളിൽ സമമായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്വർണമാണ്. അല്ലാതെ വളയും മാലയും മോതിരവുമല്ല. അത് വെറും നാമരൂപഭ്രമം. ഇതെന്തിനു പറയുന്നു? അത് ഇതുകൊണ്ടൊന്നും ജീവിതത്തിന് ഒരു അപകടമില്ല. ഇത് മനസ്സിലാക്കിയാൽ ഈ ജീവിതം ഒന്നാം തരം ഒരു നാടകം ഇല്ല, വെറും ഇന്ദ്രജാലം. വാസിഷ്ഠമൊക്കെ പറയുന്ന എന്താ? ദീർഘസ്വപ്നമിനം വിത്തി. ഈ ജീവിതം ഒരു സ്വപ്നം. സ്വപ്നത്തിൽ യഥാർത്ഥ വസ്തുക്കൾ വല്ലതുണ്ടോ? സ്വപ്ന പദാർത്ഥങ്ങളെ പരിശോധിച്ചാൽ ഉള്ളത് സ്വപ്നം കാണുന്ന ആ സ്വപ്നപുരുഷൻ മാത്രം, വേറെ ഒന്നുമില്ല. ഉണരുമ്പോൾ അത്യന്തം സ്പഷ്ടം. ദീർഘസ്വപ്നമിമം വിത്തി ദീർഘം വാ ചിത്തവിഭ്രമം. ഈ കോലാഹലമൊക്കെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കോലാഹലം, ചിത്തവിഭ്രമം, വെറും മനസ്സിന്റെ വിഭ്രമം. ദീർഘം വാവി മനോരാജ്യം, അല്ലെങ്കിൽ രാമ, ഇത് ദീർഘമായ ഒരു മനോരാജ്യം. സംസാരം രഘുനന്ദന. ഹലോ രഘുനന്ദന, സംസാരം ഇതാണ്. ഇതാർക്കും നിഷേധിക്കാനൊക്കില്ല. അപ്പോ വസ്തുത ഇതാണെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു, ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഈ വസ്തുത ഉറപ്പുണ്ടോ? പക്ഷെ അത് ഉറപ്പാകുന്ന സ്ഥിതി എല്ലാരിലും നോക്കിക്കാണരുത്. ഓരോരുത്തർ അത് ഉറപ്പില്ലാതെ ഒരു പക്ഷേ പലതും ചെയ്തു എന്ന് വരും. ഒരു ഉറപ്പ് വന്ന ബ്രഹ്മനിഷ്ഠനും അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു എന്ന് വരും. പക്ഷെ ആ ബ്രഹ്മനിഷ്ഠൻ ചെയ്യുന്നതും ബ്രഹ്മനിഷ്ഠ വരാത്തയാൾ അതേ കാര്യം ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റേയാൾ തന്റെ ചിത്തവികാരങ്ങൾക്ക് വശപ്പെട്ട് ചെയ്യുന്നു. ബ്രഹ്മനിഷ്ഠൻ ഒരിടത്തും അങ്ങനെ അന്യയുടെ പിടിയിൽപ്പെട്ട് മനസ്സിന്റെ വൈകൃതങ്ങൾക്ക് വഴങ്ങി ഒന്നും ചെയ്യില്ലെന്ന് വെച്ചാൽ പുറമേ അദ്ദേഹം എന്തഭിനയിച്ചാലും മനസ്സ് ലേശം പോലും
ആ സത്യത്തിൽ നിന്നും വിട്ടുനിൽക്കും എന്ന് കരുതാൻ വയ്യ. അതൊക്കെ അവനവന്റെ മനസ്സ് സമയിലാണോ അന്യയിലാണോ എന്ന് അവനവൻ തീരുമാനിക്കണം. മറ്റാരും അത് തീരുമാനിച്ചതുകൊണ്ട് ഒരു വിശേഷമില്ല. അതല്ലേ കൃഷ്ണൻ പറയുന്നത്. അനന്യാശ്ചിന്ത. ഈ അന്യ എന്നുള്ള ഗുരുദേവൻ ഉപയോഗിച്ച പദം അവിടെയൊക്കെ നോക്കുക, നമ്മളൊക്കെ പറയാറുള്ള ഒരു ശ്ലോകമാണ്. അനന്യാശ്ചിന്തയന്തോ മാം. അന്യം ഉണ്ടെന്ന് കരുതാതെ എന്നെ ആര് ഉപാസിക്കുന്നുവോ, മറ്റൊന്നില്ല, അത് വിട്ടുകളയും. ഞാൻ അവരുടെയൊക്കെ യോഗക്ഷേമം നോക്കുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസത്തെ. അനന്യമായി ആരാണോ എന്നെ ഉപാസിക്കുന്നത് തേഷാം നിത്യാഭിയുക്താന. അങ്ങനെ എപ്പോഴും എവിടെയും എന്നിൽ തന്നെ മനസ്സ് പറ്റി നിൽക്കുന്ന ആ സത്യദർശികളുടെ യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ യോഗക്ഷേമമാണ് ഞാൻ നോക്കും എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഈശ്വരഭജനം കൃത്രിമമായിട്ടൊക്കെ നടത്തുന്നവരുടെ യോഗക്ഷേമം ഭഗവാൻ ഒരിക്കലും നോക്കില്ല, നോക്കാൻ സാധ്യവുമല്ല. അവ അനന്യ എന്നുള്ള പദം, ഞാനതെടുത്തു പറഞ്ഞത് അന്യ എന്ന പദം ഗുരുദേവൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അന്യമില്ല, അതാണ് സമ. അനന്യമായ സ്ഥിതിയാണ് സമ. അന്യമായ സ്ഥിതി, അതായത് മറ്റൊന്നുണ്ട് എന്ന സ്ഥിതി മനസ്സിലുണ്ടെന്ന് വന്നാൽ അത് സത്യദർശനമല്ല, അവിടെ വിഷമസ്ഥിതി. അത് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും നിശ്ചയമായും ഉളവാക്കുകയും ചെയ്യും. അറിവിന് ശക്തി, ഈ ശ്ലോകത്തിന്റെ അർത്ഥം പിടികിട്ടിയല്ലോ. അറിവിന് ശക്തി അനന്തമുണ്ട്. കാരണം ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ കാണുന്ന ഓരോ വസ്തുവിനുമുള്ള ശക്തി അറിവിൻ്റേതാണ്, ബ്രഹ്മത്തിൻ്റേതാണ്, അഖണ്ഡ ബോധത്തിൻ്റേതാണ്. എന്നാൽ അറുതിയിടാം സമയ അന്യെന്നിവണ്ണം ആ ശക്തികളെ സമയെന്നും അന്യെന്നും രണ്ടായി വിഭജിക്കാം, ഇരുപിരിവായി ഇങ്ങനെ അറുതിയിടാം, വിഭജിക്കാം. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ ഓർമ്മിക്കണം, അന്യ സാമ്യമാർന്നുള്ളുരുവിലമർന്ന് അന്യ എന്ന ശക്തിയെ സാമ്യമാർന്നുള്ള ഉരുവിൽ, വസ്തുവിൽ കൊണ്ടെത്തിച്ച്, അതെങ്ങനെയാണെന്ന് ഇനി അടുത്ത പദ്യങ്ങളിലൊക്കെ ഗുരുദേവൻ വിശദമാക്കുന്നു. കൊണ്ടെത്തിച്ച് അമർന്ന് തെളിഞ്ഞ്, അമർന്ന് നല്ല ഉറപ്പായി എന്ത് കണ്ടാലും സമ, ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സ് തെളിയും, പ്രസന്നമാകും. അത്യന്തം പ്രസന്നത, ശീതളത, പ്രകാശം, ഇതൊക്കെ മനസ്സിന് വന്നു ചേരും. അതാണ് ഉരുവിലമർന്ന് തെളിഞ്ഞ് ഉണർന്നിടണം. ഉണരണം. സത്യാനുഭവത്തിൽ നിന്ന് ഒരു നിമിഷം പോലും വിട്ടുപോകാതെ വർത്തിക്കണം. അതാണ് ഉണരൽ. കഠോപനിഷത്തിലെ ഒരു നിർദ്ദേശം വിവേകാനന്ദ സ്വാമി പറയുമല്ലോ, ഉത്തിഷ്ഠത ജാഗ്രത. എണീക്കൂ, ജാഗ്രത, ഉണർന്നു വർത്തിക്കൂ. എന്തിലാ ഉണർന്നു വർത്തിക്കേണ്ടത്? സകലതിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിൽ. അതെവിടെയാ ഇല്ലാത്തത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സർവത്ര അതേ ഉള്ളൂ. കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിശ്ചയമായും കുഴപ്പം, സംശയമൊന്നുമില്ല. അപ്പൊ ഉത്തിഷ്ഠത, കുഞ്ഞെ എണീക്കൂ, ജാഗ്രത, ഉണർന്നു വർത്തിക്കൂ. പ്രാപ്യ വരാൻ നിബോധത, സത്യം കണ്ട ഗുരുക്കന്മാരെ സേവിച്ച് ആ സത്യം ഉറപ്പുവരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കൂ. കഠോപനിഷത്തിലെ മന്ത്രമാണ്. വിവേകാനന്ദ സ്വാമി തന്റെ മുദ്രാവാക്യമായി അംഗീകരിച്ച മന്ത്രമാണ്. ഉത്തിഷ്ഠത,
ജാഗ്രത ഉണർന്നു വർത്തിക്കൂ. എന്തിലാ ഉണർന്നു വർത്തിക്കേണ്ടത്? വസ്തുവിൽ ഉണർന്നു വർത്തിക്കൂ. അല്ലാതെ നാമരൂപങ്ങളിൽ ഭ്രമിച്ച് ദുഃഖിച്ച് ജീവിതത്തെ പാഴാക്കാതെ വസ്തുവിൽ ഉണർന്നു വർത്തിക്കൂ. പ്രാപ്യവരാൻ നിബോധത്ത, പരമസത്യദർശികളെ സമീപിച്ച് ആ സത്യം കണ്ടുണരൂ. അതാണ് ഗുരുദേവനും ഇവിടെ പറയുന്നത്. അന്യ സാമ്യമാർന്നുള്ളൊരുവിൽ അമർന്ന് അതങ്ങോട്ട് ഉറപ്പായി അത് അനുഭവിച്ച് തെളിഞ്ഞ് അപ്പോഴേക്കും മനസ്സ് നല്ല പ്രസന്നമാവും. എവിടെയും ഒരേ വസ്തുവിനെ കാണുമ്പോൾ ഏത് പരിസ്ഥിതിയിലും മനസ്സ് പ്രസന്നമായിരിക്കും. ഉണർന്ന് തെളിഞ്ഞ് ഉണർന്നിടണം. ഒരിക്കലും സ്മരണ വിട്ടുപോകാതെ ആ നിമിഷം പോലും സർവം ബ്രഹ്മമയം എന്നുള്ള ഉറപ്പ് വിട്ടുപോകാതെ ഉണരണം. അതാണ് ജാഗ്രത. എപ്പോഴും ഉണർന്നു വർത്തിക്കൂ. ഉള്ളതിൽ ഉണർന്നു വർത്തിക്കൂ. ഇല്ലാത്തതുണ്ടെന്ന് കരുതി ഭ്രമിക്കാതിരിക്കൂ. എവിടെയായാലും ഉള്ളതിൽ ഉണർന്നു വർത്തിക്കുക. പക്ഷേ ഗുരുദേവൻ പറയുന്നു കുറച്ച് പ്രയാസമാണിത്.